ചന്ദ്രൻ കാൽ നൂറ്റാണ്ടിനപ്പുറം വെറും ഒരു ശരാശരിക്കാരനായി വന്ന് പിന്നീട് പേരാമംഗലം നാടിന്റെ ആകെ പേരും പെരുമയുമായി മാറിയ രാമചന്ദ്രനെ പക്ഷേ ഇപ്പോൾ നാട്ടുകാർക്ക് നല്ലോണമൊന്ന് കൺകുളിർക്കെ കാണുവാൻ അവസരം കിട്ടുന്നത് അവന്റെ മതപ്പാട് കാലത്ത് മാത്രമായിരിക്കും. കാരണം വർഷത്തിൽ 1000 ദിവസം ഉണ്ടായിരുന്നാൽ കൂടി ആവശ്യക്കാർക്കെല്ലാം ഡേറ്റ് കൊടുക്കാൻ കഴിയില്ലാത്തത്ര തിരക്കുള്ള സൂപ്പർ താരത്തെപ്പോലെ തിരക്ക് പിടിച്ചതാണ്, പൊന്നും വിലയുള്ളതാണ് രാമചന്ദ്രന്റെ നിമിഷങ്ങളും. അതെ, ഉത്സവ കേരളത്തിന്റെ ഈ വീരാധിവീര താരം ആടയാഭരണങ്ങൾ അഴിച്ചുവെച്ച് ചമയങ്ങളും ചായക്കൂട്ടുകളുമില്ലാതെ ദൈവത്തിന്റെ വികൃതികളോട് ഒറ്റയ്ക്ക് നിന്ന് ഏറ്റുമുട്ടുന്ന അപൂർവ ദൃശ്യങ്ങൾ. അത് പേരാമംഗലം നിവാസികൾക്ക് മാത്രമുള്ള ഇന്നത്തെ സ്പെഷ്യലായി അവൻ മാറ്റിവെക്കുകയാണ്. ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന ബുക്കിംഗ് ഏജന്റായ തൃശൂർ വെങ്കടാദ്രി എന്ന രാജുസ്വാമിയിൽ നിന്നുമാണ് കാൽ നൂറ്റാണ്ടിനപ്പുറം പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം രാമചന്ദ്രൻ എന്ന ഈ ബീഹാറി ചെറുക്കനെ സ്വന്തമാക്കുന്നത്. തലമുറകളായി തന്നെ ഗജപരിപാലനത്തിലും ആനക്കച്ചവടത്തിലും വ്യാപൃതരായിരുന്ന വെങ്കടാദ്രിയിൽ നിന്നും ഒരാനയെ സ്വന്തമാക്കുകയെന്ന താൽപര്യവുമായി പേരാമംഗലംകാർ സമീപിക്കുമ്പോൾ സത്യത്തിൽ കൊള്ളാവുന്ന ഒന്നിനെന്നല്ല, തെറ്റില്ലാത്ത ഒരെണ്ണത്തിന് കൊടുക്കേണ്ട തുക പോലും ഒപ്പിക്കുവാനുള്ള പാങ്ങ് അവർക്ക് അന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എങ്കിലും അവരുടെ താൽപര്യത്തിനും കമ്പത്തിനും മുന്നിൽ അന്ന് തന്റെ പക്കലുണ്ടായിരുന്ന ഒരു തല്ലുകൊള്ളിയെ നൽകുവാൻ സ്വാമി സമ്മതിക്കുന്നു. വിലയോ വെറും 70,000 രൂപയും. നല്ലൊരാനയ്ക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ നന്നായി തീർന്നേക്കാമെന്ന പ്രതീക്ഷയുണർത്തുന്ന ഒരു ആനക്കുമാരന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാലത്താണ് വെറും 70,000 രൂപയ്ക്ക് നമ്മുടെ കഥാനായകനെ കൈയൊഴിയുവാൻ വെങ്കടാദ്രി തീരുമാനമെടുത്തതെങ്കിൽ ഒന്നുറപ്പ്, നാളെ ഒരു നാൾ ആ ആനക്കിടാത്തൻ നന്നാവുമെന്നോ അവന്റെ ഭാഗ്യരേഖകൾ തെളിയുമെന്നോ ഉള്ള നേരിയ പ്രതീക്ഷ പോലും അവർക്കുണ്ടായിരുന്നില്ല. അതെ, കാലാകാലങ്ങളായി ഗജപരിപാലന രംഗത്ത് ചുവടുറപ്പിച്ച പരിചയസമ്പന്നർക്ക് പോലും കണ്ടെത്താനും കണക്ക് കൂട്ടാനും കഴിയാതിരുന്ന രാശിചക്രങ്ങൾ, അതായിരുന്നു രാമചന്ദ്രൻ. കണക്ക് കൂട്ടലുകളും പ്രവചനങ്ങളും എഴുതിത്തള്ളലുകളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ പൊളിച്ചടുക്കിയവൻ. നാടായ നാട് മുഴുവൻ ഞെട്ടിക്കുമാറ്, കോരിത്തരിക്കുമാറ് താരസാമ്രാജ്യത്തിന്റെ ഗിരിശൃംഗങ്ങളിലേക്ക് അടിച്ചു പൊളിച്ച് ചാടിക്കടന്നവൻ. രാമചന്ദ്രനെ അങ്ങനെയും വിശേഷിപ്പിക്കാം. കാലം തെളിഞ്ഞപ്പോൾ എടുത്തു ചാടുകയെന്ന് പറഞ്ഞതുപോലെയാണ് വളർന്നു പൊന്താൻ തുടങ്ങിയത്. 9 നിന്നും 9.5-യിലേക്കും 9.5-യിൽ നിന്ന് 10 അടിയിലേക്കുമുള്ള രാമചന്ദ്രന്റെ വളർച്ച ഏതൊരു മാതംഗശാസ്ത്ര വിശാരദിനെയും അത്ഭുതപ്പെടുത്തുവാൻ പോന്ന വേഗത്തിലുമായിരുന്നെങ്കിൽ പേരാമംഗലം നാടിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗം താണിറങ്ങി വന്ന പ്രതീതി തന്നെയായിരുന്നു. ദൈവം നേരിട്ടിറങ്ങി വന്ന് തങ്ങളുടെ ഗജകുമാരനെ കൈകൊടുത്ത് രാജസിംഹാസനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവവും അനുഭൂതിയും തന്നെയായിരുന്നു. അതെ, ആരെയും കൊതിപ്പിക്കുന്ന രാമചന്ദ്രന്റെ അസൂയാർഹമായ ഉദിച്ചു പൊന്തലിന് പിന്നിൽ താൻ പാതി ദൈവം പാതി എന്ന് തന്നെ വിശേഷിപ്പിക്കാനും വിശ്വസിക്കാനുമാണ് പേരാമംഗലംകാർക്കിഷ്ടം. തെച്ചിക്കോട്ടുകാവിൽ അമ്മയുടെ തലോടലേറ്റപ്പോഴാണ് തല്ലുകൊള്ളി താരരാജാവായതെന്ന് ഇവർ സമർത്ഥിക്കുന്നു. മതമുള്ളപ്പോ ആദ്യം കൊടുത്ത ഞാനാ ചോറ്, ഏറ്റവും ആദ്യം 10 മതം കൊടുത്ത് നിൽക്കുന്ന അവസരത്തിൽ. എന്റെ പേര് വേലായുധൻ. ഉണ്ട്, നടക്കിരുത്തുമ്പോ ഉണ്ട്, അന്ന് മുതൽക്കുണ്ട്. ആ, ഇന്ദിരാഗാന്ധി മരിച്ച കൊല്ലത്തിലാണ് ആനയ്ക്ക് കാശ് കൊടുക്കുന്നത്. ആ സമയത്ത് വണ്ടിയിൽ പോയി അന്ന് ഇതില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു. എന്നിട്ടാണ് ചെന്നിട്ട് എന്നിട്ടാണ് ആന മേടിച്ചത്. അന്ന് 70 അല്ലേ.